ജ്ഞാനസഭയുടെ ഭാഗമായ വിദ്യാഭ്യാസ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ മാർഗനിർദ്ദേശത്തിലാണ് സമ്മേളനം. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിസർച്ചാണ് വിദ്യാഭ്യാസ സമ്മേളന വേദി. രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. രോഹിണി, ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നും നാളെയും ഇടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റലിലെ ഒരുക്കിയിട്ടുള്ള വേദിയിൽ ഈ ജ്ഞാന സഭ നടക്കുക. ഒരു വിദ്യാഭ്യാസ സമ്മേളനമാണ്. RSS സർസംഘചാലകായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ മാർഗനിർദ്ദേശങ്ങളിലാണ് ഈ ഒരു ജ്ഞാനസഭ നടക്കുന്നത്. പ്രധാനമായിട്ടും ഈ ദേശീയ വിദ്യാഭ്യാസ നയം, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം, അത് എത്രത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ സ്രോതസ്സുകളുമായിട്ട് ബന്ധപ്പെടുത്താം, ഇതടക്കമുള്ള വിഷയങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ചർച്ച ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധർ, അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേധാവിമാർ, അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ VC-മാർ, ഇവരടക്കം പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള സമ്മേളനം തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഡോക്ടർ മോഹൻ ഭാഗവത് കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ട്. ചിന്തൻ ബൈഠക്കും അതോടൊപ്പം തന്നെ മറ്റു ചില ചർച്ചകളിലും വ്യാപൃതമായിരുന്നു. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നും നാളെയുമായിട്ട് അമൃത ഹോസ്പിറ്റലിലെ വേദിയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൈകുന്നേരം 5 മണി മുതൽ 6:30 വരെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുക്കുന്ന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ആ പരിപാടിയുടെ പേര് എന്ന് പറയുന്നത് അതൊരു പൊതുസഭയാണ്. വിദ്യാഭ്യാസത്തിലെ ഭാരതീയത, കേരളീയ പരിപ്രേക്ഷ്യം എന്ന വിഷയമാണ് ആ പൊതുസഭയിൽ ഉന്നയിക്കപ്പെടുക. അതിൽ വിദഗ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ഈ അവസാനത്തെ ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ആണ് ഈ വിവിധ സർവകലാശാലകളുടെ VC-മാർ പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടാകുക. എന്തായാലും പൊതുവായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയത്തിൽ, അതായത് പുതിയതായിട്ട് രൂപവൽക്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം, അത് എത്രത്തോളം കേരളീയ വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സഹായിക്കും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ VC-മാർ അവർക്ക് എന്താണ് പറയാനായിട്ടുള്ളത്, ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എത്രത്തോളം ഒരു അഴിച്ചുപണി ഉണ്ടാക്കാൻ സാധിക്കും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ തന്നെയാണ് ചർച്ചകൾ പ്രധാനമായിട്ടും മുന്നോട്ട് പോകുക. AICTE ചെയർമാൻ അടക്കമുള്ള പ്രമുഖർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു ഈ പിറവത്തെ വെളിയനാട്ടെ ആദിശങ്കര നിലയത്തിൽ ഉണ്ടായിരുന്നത്. അതിന് ഇന്നും നാളെയുമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുള്ള വേദിയിലാണ് ജ്ഞാനസഭയുടെ അതിന്റെ ചർച്ചകളും അതിന്റെ പരിപാടിയും സംഘടിപ്പിക്കുന്നത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.